ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രം കനകക്കുന്നിൽ നടക്കുന്ന എക്സ്പോ 2025 കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും ആസിയും ബ്ലസ്സിയും വീണയും കൂടെയാണ് വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇതാ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അകത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നല്ല മഴയാണ്. അപ്പം മിക്ക ലൈറ്റ്സും ഒക്കെ കുറച്ചൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. വെളിയിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആര്യസ് യൂട്യൂബ് ചാനൽ. മൈൻഡ് ചെയ്യാതെ ഓക്കെ. നമ്മൾ വ്ളോഗിന് വന്നേക്കണത് കനകക്കുന്നാണ്. കനകക്കുന്ന് ലൈറ്റ് കാണാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ 4 പേരായിട്ട് വന്നു. സോ ഞാനും ആരെയും നേറ്റിങ്ങരയിൽ നിന്ന് വന്നു. വീണയും ആസിയും ഓൾറെഡി സിറ്റിയിലുണ്ടായിരുന്നു. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലൊക്കെ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ ഉള്ളിൽ ഇതുവരെ ലൈറ്റ് ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാനായിട്ട് നടക്കുവാണ്. സോ ഫർദർ അപ്ഡേറ്റ് നമ്മൾ കാണിച്ചു തരാം. ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കാണിച്ചു തരാം. ആണ്ടോ കുറച്ച് അവിടെ ഇച്ചിരി ലൈറ്റ് കാണുന്നുണ്ട്. നമ്മൾ ചെറിയ വെട്ടം അവിടെ കാണുന്നുണ്ട്. മെനഞ്ഞാന്ന് വേടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഈ ഷീറ്റൊക്കെ മറിഞ്ഞ് വീണു എന്നാണ് പറയണത്. വീണയൊക്കെ സിറ്റിയിലുള്ളതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ സിറ്റിയിലുള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് വേടൻ്റെ ഫംഗ്ഷനിൽ അന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്ന്. ഇന്ന് മഴയായിട്ട് പ്രോഗ്രാം ഇല്ലേ, അതാ ഇനിയാണ് പ്രോഗ്രാം എന്ന് നമുക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാം. നോക്കാം ഗൈസ്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം.
നെയ്യാറ്റിങ്കരയിൽ നിന്ന് വണ്ടി പിടിച്ച് ആനയും ബ്ലസ്സി. നമ്മളിപ്പോ ഇരിക്കുന്നത് പാളയം റൂട്ടുള്ള മെജസ്റ്റിക്. ഇത്തിരി അങ്ങോട്ട് പിടി അടിച്ച്. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? നമ്മളിപ്പോ നിൽക്കുന്നത് പാളയം റോഡിലുള്ള മെജസ്റ്റിക്കിലാണ്. സോ നമുക്ക് ആശയാണ് റെഫർ ചെയ്തത് ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് കൊള്ളാം. അത് സംസ്ഥാനത്തിന്റെ തൊട്ടടുത്താണ്. സോ നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കുന്നത് അൽഫാമും മന്തിയാണ്. അപ്പൊ നമ്മള് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാണിച്ചു തരാം സാധനം വേണ്ടുമ്പോൾ. ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മെക്സിക്കൻ പെരി പെരി അൽഫാമും പിന്നെ ഹണി ചില്ലി മന്തിയുമാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ സുലൈമാനിയും കൂടെയൊക്കെ കുടിച്ചു. ആക്ച്വലി മഴ ഞങ്ങളെ പറ്റിച്ചതാണ്. കനകക്കുന്നിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മേ ബി മഴ കാരണമായിരിക്കാം അവരതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വീണയുടെ ഫ്ലാറ്റിനടുത്ത് ഒരു വലിയൊരു മാളുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയായിരുന്നു. ആസിയും ബ്ലസ്സിയും കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണയുടെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവിട്ടായിരുന്നു. ഞങ്ങളങ്ങനെ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്നു. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് പാനിപ്പൂരി കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ PRSന്റെ ഓപ്പോസിറ്റുള്ള. കുറേ ദിവസം കൊണ്ട് എല്ലായിടത്തും പറയായിരുന്നു എന്നെ കൊണ്ടുവരും. അവസാനം ഞാൻ വന്നെത്തി. വന്നില്ല, ഞങ്ങൾ കൊണ്ടെത്തിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒരാൾ പാനിപ്പൂരി ആര്യ എന്താണ് ആര്യ ഷെയർ ചെയ്യും. ഞാൻ സേവ് പൊടി മേടിക്കാമെന്നാണ് വിചാരിച്ചത്. ഹലോ, എങ്ങനെയുണ്ട്? ആവറേജ്, ബിലോ ആവറേജ്. പണ്ടത്തെ ആ ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. ആസിക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആവറേജ്. ആ, ഇവിടെ തന്നെയാണോ നീ നേരത്തെ പറഞ്ഞ? ഇവിടെ തന്നെയാണോ നേരത്തെ പറഞ്ഞ? ഇതെന്തുവാ? ഇത് സേവ് പൂരി. നേരത്തെ പാനിപ്പൂരി കഴിച്ചു നോക്കൂ. ഇതെങ്ങനെയാ? ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു പോലെ. ആ, ഇപ്പൊ നമ്മൾ തപ്പിയപ്പോ അതൊക്കെ ദോശക്കടയും അമ്മക്കടയൊക്കെ പേരിന് കൊതിക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾക്ക് മൈസൂർ പാക്ക് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ നെയ്യ് കൊണ്ടുണ്ടാക്കിയ മൈസൂർ പാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഞങ്ങൾ പാനിപ്പൂരി കഴിച്ച ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അത് വെട്ടത്തിന്റെ ഇടയിൽ കണ്ടുകൂടാ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കുറ്റാകൂരി ഇരുട്ടിലെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ. നമ്മൾ സ്കാൻഡി മേടിച്ചായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന്. സ്കാൻഡി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ്, ടെൻഡർ കോക്കനട്ട്, വൈറ്റ് ചോക്ലേറ്റ് എന്താണ്ടൊക്കെ മേടിച്ച് പാർസൽ മേടിച്ച് ഇതാ കഴിക്കണമുണ്ട്. നമ്മളപ്പോൾ ഏകദേശം കവർ ട്രിവാൻഡ്രം നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ കനക്കുന്ന് കുറച്ചേ കണ്ടുള്ളൂ, അവിടെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇത്രയും നേരം നമ്മളെ കണ്ടിരുന്നവർക്ക് താങ്ക് യു. See you next video. Bye. Good night.